ഓക്കെ. അപ്പോൾ നമ്മൾ ഉപ്പുതറയിലാണുള്ളത്. ഉപ്പുതറയിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് ലോഡിങ് തൊഴിലാളികളാണ്. ലോഡിറക്കുന്ന ലോഡിങ് തൊഴിലാളികൾ. ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഭാരം ചുമക്കുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാരം ചുമക്കുന്ന ഈ നാടിൻ്റെ തൊഴിലാളികളാണ്. ഇവരുടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, ഇത്തവണ ഇടുക്കി പാർലമെന്റിൽ ആർക്കൊപ്പം ആയിരിക്കും? എന്തായാലും ജോസ് അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? എന്താ പറയുക, കഴിഞ്ഞ 5 വർഷം നമ്മുടെ MP പോയിട്ട് ഇപ്പോൾ പോസ്റ്റിൽ കണ്ടതേ ഉള്ളൂ. ഇടയ്ക്ക് ഇവിടെ നമ്മൾ ഒരു കാര്യം കണ്ടിട്ടേ ഇല്ല. ഇവർ ഈ കഴിഞ്ഞ റോഡിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മുടെ അറിവിൽ ജോസിൻ്റെ സ്വന്തമല്ല ചെയ്താൽ. പിന്നെ വെച്ചാൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഹരിത ട്രിബ്യൂണലിൻ്റെ വിറക് കത്തിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഏലസ്റ്റോറിൽ. വിറക് കത്തിക്കാൻ പറ്റുന്ന ഒരു കേസ് വന്നതാണ്. അത് നമ്മളെ പോലെ തൊഴിലാളികൾ ഒത്തിരി ബാധിക്കുന്നത് വിറകിൻ്റെ അടിക്കേറ്റുന്ന തൊഴിലാളികൾ. അതിനുവേണ്ടിയൊക്കെ ഏറ്റവും കൂടുതൽ വായിച്ചത് ജോയിസാണ്. ആ കേസ് ജയിച്ചതും ജോയിസാണ്. എന്താ കൂടി ജോയിസിനെ ഇപ്രാവശ്യം ഇടുക്കി പാർലമെന്റ് മണ്ഡലം ആർക്കൊപ്പം ആയിരിക്കും? കണ്ടറിയാം, കൃത്യമായിട്ട് അറിയില്ല. രണ്ടുപേരും നന്നായിട്ട് മത്സരിക്കുന്നുണ്ട്. ജോസ് ജോർജ് ആണെങ്കിലും ഡീൻ കുര്യാക്കോസ് ആണെങ്കിലും നല്ല രീതിയിൽ മത്സരിക്കുന്നു. ആര് ജയിക്കണമെന്നോ ചേച്ചി ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ആര് ജയിച്ചാലും ഇടുക്കിക്ക് നല്ലതാവട്ടെ. ഇത്തവണ ഇടുക്കി പാർലമെന്റ് മണ്ഡലം ആർക്കൊപ്പം ആയിരിക്കും? ജോസ് ജോർജ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ചേട്ടാ, ഇത്തവണ ആർക്കൊപ്പം ആയിരിക്കും ഇടുക്കി? 2019 കണ്ടതാണ് ഡീൻ കുര്യാക്കോസ്. കഴിഞ്ഞത് കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ജോയിസ് ജോർജാണ്. ചേച്ചി, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ആര് ജയിക്കും ഇടുക്കിയിൽ? നമുക്കുള്ളവർ ജയിക്കും. എങ്കിലും ആര് ജയിക്കണമെന്ന് ആഗ്രഹം? എനിക്ക് എന്റെ കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കണമെന്ന്. അതുകൊണ്ട് മുറുകെ പിടിച്ചേക്കട്ടെ. സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഈ 2 എണ്ണം ജയിച്ചവൻ പോകട്ടെ. ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കിയിൽ ആര് ജയിക്കും? ഇടുക്കിയില്ലോ? എന്റെ പൊന്നു ചേട്ടാ, ആര് ജയിക്കും എന്ന് പറയാൻ പറ്റുന്നില്ല. സംഗതി എങ്ങനെയാ? ആഗ്രഹം NDA ജയിക്കണമെന്നുള്ള. ഇപ്പോ ഇടുക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വില ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് കർഷകർക്ക് എത്രത്തോളം അനുകൂലമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കാർഷിക മേഖല ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥലത്തെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുള്ളൂ. ശരിക്കും മുപ്പതിലൊരു ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ശരിക്കും വ്യാപാരിയുണ്ടോ കർഷകനുണ്ടോ? അല്ലേ, ചേട്ടൻ കർഷകനല്ലേ? വ്യാപാരിയാണ്. ഓക്കെ. ചേട്ടാ, ഇപ്പോൾ ഏലത്തെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിക്കും? കർഷകർക്ക് അനുകൂലമാണോ? കർഷക അനുകൂലമായിട്ടുള്ളതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? വില കുറവല്ലേ, ഉൽപ്പാദനം കുറവാണ്. വില ഇപ്പോൾ വേനൽക്കാലത്ത് വന്നുകൊണ്ട് വില കുറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമുക്ക് ലഭിക്കേണ്ട എന്തെങ്കിലും? അങ്ങനെ നടക്കും തോന്നുന്നില്ല. ഓക്കെ. ഇത്തവണ ഇടുക്കി പാർലമെന്റ് മണ്ഡലം ആർക്കൊപ്പം ആയിരിക്കും? LDF-നൊപ്പമാണോ, UDF-നൊപ്പമാണോ, അതോ NDA-ക്കൊപ്പമാണോ? ഇപ്പോൾ പരമ്പരാഗതമായിട്ട് UDF ആണല്ലോ, അതുകൊണ്ട് UDF-ന് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. ഓക്കെ, UDF-ന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയാണ് എന്നാണ് ഇവിടുത്തെ മുപ്പതിലൊരു വ്യാപാരി നമ്മളോട് പറയുന്നത്. ചേട്ടൻ കർഷകനല്ലേ? വ്യാപാരിയാണ്. നിങ്ങളുടെ വ്യാപാരികളാണ്. ഓക്കെ. ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി പക്ഷേ പറയാൻ പറ്റത്തില്ല. 3 പേർക്കും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഉപ്പുതറയിൽ തന്നെയാണ്. ഉപ്പുതറയിലെ ഓട്ടോ തൊഴിലാളികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അവരുടെ വോട്ടർ, അവരുടെ സമ്മതിദാനാവകാശം ആർക്കാണ് അവർ വിനിയോഗിക്കുക എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, വോട്ടർക്കിന് ഇടയ്ക്കുള്ള ഇടവേളയിൽ റെസ്റ്റ് എടുക്കുകയാണല്ലേ? ഓക്കെ. ഇത്തവണ ചേട്ടാ ഇടുക്കി പാർലമെന്റ് മണ്ഡലം ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി പാർലമെന്റ് ഇപ്പം ആർക്കൊപ്പം ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ചേട്ടൻ്റെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന്, ആര് വിജയിക്കണമെന്ന് ചേട്ടൻ്റെ ആഗ്രഹം? ഇപ്പോഴത്തെ നേരിൽ ആര് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതൊരു കാഴ്ചപ്പാടാണോ ചേട്ടനുള്ളത്? ആരും ഇങ്ങോട്ട് വരാറില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? വെച്ച് നോക്കുമ്പോൾ ആരും ചെയ്തിട്ടില്ല. എന്നാൽ പോലും പിന്നെ ഞാൻ തോന്നി. ഓക്കെ. ചേട്ടനിപ്പോൾ പറഞ്ഞത് ആരും തിരിച്ചു നോക്കിയിട്ടില്ലെന്നാണ്? ആരും തിരിഞ്ഞു നോക്കാറില്ല. അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇവിടുത്തെ ഓരോ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളും എല്ലാം പോയി കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള വികസനം ഇവിടെ നടന്നിട്ടില്ല. അതേ ഉള്ളൂ. അതുകൊണ്ട് ആരിവിടെ ഭരിച്ചാലും ഇതേപോലത്തെ അവസ്ഥയൊക്കെ തന്നെ ഇനിയും വരാൻ പോകും. അതേ ഉള്ളൂ. ഇതൊക്കെയുള്ള അഭിപ്രായം. ഓക്കെ. അതുകൊണ്ട് ചേട്ടൻ ഇത്തവണ വോട്ട് നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല. ഓക്കെ. ചേട്ടൻ എന്താ ചേട്ടാ പറയാനുള്ളത്?
എനിക്ക് അവർ തന്നെ പറഞ്ഞാലേ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആ സമയത്ത് ഈ ഒരു കുതിര ഓട്ടോ സ്റ്റാൻഡിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ലില്ല. നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഓട്ടത്തൊഴിലാളികൾ എന്നുള്ളത്. അന്നേരം നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യണമെന്നും വോട്ട് ചെയ്യും. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ. കാരണം അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം അവർ പറയുന്നില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് നമ്മളോട് സൂചിപ്പിച്ചത് എല്ലാവർക്കും ഒരേ അഭിപ്രായങ്ങൾ തന്നെയാണ്. നാട്ടുകാർക്ക് ഒരു നാടിന് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ, ഒരു നാടിന് വേണ്ടുന്ന രാഷ്ട്രീയം, അത് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഉത്തരയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്